സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്ന ആറ്റുകാൽ പൊങ്കാല. സാർ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഗിന്നസ് ബുക്കിലൊക്കെ ഇടം പിടിച്ച ആറ്റുകാൽ പൊങ്കാല. ഇതുവരെ ആറ്റുകാൽ പൊങ്കാലയെ അട്ടിമറിക്കാനോ അല്ലെങ്കിൽ ആറ്റുകാൽ പൊങ്കാലയ്ക്കെതിരെ ഒരു നീക്കമോ നമ്മൾ ആരും കണ്ടിട്ടില്ല. ഇത്തവണ തലസ്ഥാനം BJP പിടിച്ചെടുത്തു. അതിനുശേഷം കോർപ്പറേഷൻ BJP ഭരണം പിടിച്ചെടുത്തു. അതിനുശേഷം BJP ഈ ആറ്റുകാൽ പൊങ്കാല മഹോത്സവം തുടങ്ങുന്നതിന് 10 ദിവസം മുൻപ് തന്നെ അവിടുത്തെ എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയാക്കി എന്നുള്ള അറിയിപ്പ് കോർപ്പറേഷനിലെ ജനങ്ങൾക്കും കേരളത്തിലെ മുഴുവൻ പൊങ്കാല ഇടാൻ വരുന്ന എല്ലാവർക്കും BJP മേയർ നൽകിയിരുന്നു, അല്ലെങ്കിൽ കോർപ്പറേഷൻ മേയർ നൽകിയിരുന്നു. ഇതിലൊക്കെ അസ്വസ്ഥത പൂണ്ട് കുറെ ആളുകൾ ആറ്റുകാൽ പൊങ്കാല അട്ടിമറിക്കാനുള്ള ഡോക്ടർമാരുടെ ബഹിഷ്കരണം മുതൽ വാട്ടർ അതോറിറ്റി വരെ ചില വാർഡുകളിൽ വെള്ളം പോലും കൊടുക്കാതെയാണ്, അതായത് പൊങ്കാല നടക്കുന്ന സ്ഥലങ്ങളിലൊന്നും വെള്ളം പോലും എത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് വാട്ടർ അതോറിറ്റി പോലും ഈ പൊങ്കാലയെ അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്? അല്ല, ആര് വിചാരിച്ചാലും പൊങ്കാല അട്ടിമറിക്കാൻ സാധ്യമല്ല. ഇപ്പൊ ഇത്തരത്തിലൊരു വാർത്ത വന്നത് തന്നെ കഴിഞ്ഞ വർഷത്തേക്കാട്ടിൽ കൂടുതൽ വലിപ്പത്തിൽ പൊങ്കാല നടക്കുമെന്നുള്ളതിന് തെളിവാണ്. കാരണം ഇപ്പം പഴയതുപോലെയല്ല. ആരെങ്കിലും ഒരാൾ വിചാരിച്ചാൽ അല്ലെങ്കിൽ ഒരു ഭരണകൂടം വിചാരിച്ചാൽ പോലും ഹിന്ദുവിൻ്റെ ഒരു സംസ്കാരത്തെയോ അവൻ്റെ ആചാരത്തെയോ ഒന്നും അട്ടിമറിക്കാൻ പറ്റാത്ത രീതിയിൽ ഹിന്ദു ഒരു പരിധിവരെ അത്തരത്തിൽ സംഘടിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ. പരിധിവരെ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ രാജ്യത്ത് 80% മൊത്തത്തിൽ നോക്കുമ്പോൾ ഏതാണ്ട് ജനസംഖ്യ ഇപ്പോഴും ഉള്ളതിനകത്ത് ഏതാണ്ട് ഒരു 20-25% ആൾക്കാർ മാനസികമായിട്ട് അതിന് തയ്യാറെടുത്തിരിക്കുന്നു എന്ന് വേണം കരുതാൻ. അത് ഒരു 80%-ത്തിലേക്ക് വന്നാൽ അതിൻ്റെ അവസ്ഥ വലിയ, അല്ലെങ്കിൽ ആർക്കും തടുക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ അവരുടെ മാത്രമാവുന്ന ഒരു അവസ്ഥയിലേക്ക് പോകും. അങ്ങനെ വരാതിരിക്കട്ടെ എന്നാണ് നമ്മുടെ ഒരു പ്രാർത്ഥനയും. മനസ്സിലാവുന്നുണ്ട്? കാരണം ഹിന്ദു ഇപ്പം ഈ ഇസ്ലാമിസ്റ്റുകളുടെയും അല്ലെങ്കിൽ ഹിന്ദു സംസ്കാരത്തെയും തകിടം മറിക്കാൻ പ്രാപ്തമാകുന്ന മാനസികാവസ്ഥ ഉള്ളവൻ്റെ അതേ മാനസികാവസ്ഥയിൽ പോയാൽ അവൻ ഹിന്ദു അല്ലാതാവുമല്ലോ. അവണ്ണം എല്ലാത്തിനും സ്വീകരിച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ട്, അല്ലെങ്കിൽ എല്ലാത്തിനെയും അംഗീകരിച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അവരുടെ കാര്യം നമ്മൾക്ക് അതിനകത്ത് എന്ത് വേണം എന്ന് തീരുമാനിച്ചു പോകുന്ന ഒരവസ്ഥയുണ്ട്. അത് മാറി സങ്കുചിതമായിട്ടുള്ള ചിന്ത, നമുക്ക് മാത്രമാകണം എന്നുള്ളൊരു ചിന്ത വന്നാൽ നമ്മൾ ഹിന്ദുത്വ സംസ്കാരത്തിന്റെ ഭാഗമല്ലാതെ പോകും. ഇപ്പം ആറ്റുകാൽ പൊങ്കാല ആരട്ടിമറിക്കുന്ന പറഞ്ഞു ഡോക്ടർമാര് വാട്ടർ അതോറിറ്റി വെള്ളം പോലും കൊടുക്കുന്നില്ല എന്നാണ് കൗൺസിലർമാർ ഇന്നലെ സമരമൊക്കെ നടത്തി. BJP കൗൺസിലർമാർ കളക്ടർ വന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാകാതെ വാർഡിലെ ജനങ്ങൾ വിളിച്ച് പറയണം ഞങ്ങൾക്ക് വെള്ളം എത്തിയെന്ന്, അല്ലാതെ ഞങ്ങൾ ഇവിടെ നനങ്ങില്ല എന്നാണ് പറയുന്നത്. അല്ല, അത്തരത്തിൽ അതിനകത്ത് എത്ര രാഷ്ട്രീയം കളിക്കുമ്പോഴും അത് ആര് കളിക്കുന്നു എന്നുള്ളതിനെ പറ്റി ആര് കളിച്ചാലും അവർക്ക് അബദ്ധമാണ് വരാൻ പോകുന്നത്. കാരണം നമ്മൾ കണ്ടില്ലേ, നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതുപോലെ കുംഭമേളയ്ക്കകത്ത് കുംഭമേളയെ തടയാൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് കുംഭമേള RSSും അല്ലെങ്കിൽ അത് നടത്താൻ ഉദ്ദേശിച്ചവരും വിചാരിച്ചതിനെക്കാട്ടി വലിയ വലുപ്പത്തിൽ കുംഭമേള നടന്നു. അല്ലെങ്കിൽ ഈ മലപ്പുറത്ത് ഇപ്പം ഈ ആറ്റുകാൽ പൊങ്കാല കാലങ്ങളായിട്ടുള്ളതാണ്, അതായത് നൂറ്റാണ്ടുകളായിട്ടുള്ളതാണ്. അതിനകത്ത് വലിയൊരു സംസ്കാരമുണ്ട്. ജാതിമത ഭേദമന്യേ ആൾക്കാർ പങ്കെടുക്കുന്നതാണ്. അതൊരു വലിയ ആഘോഷമാണ്. അത് ലോകത്ത് നമ്മൾ പറയുന്ന പോലെ ഗിന്നസ് റെക്കോർഡ് പോലെയുള്ളത് വരെ അംഗീകാരം നേടിയിട്ടുള്ള ആണ്. എങ്ങനെ ഇത് സംഭവിക്കുന്നു എന്ന് അത്ഭുതത്തോടു കൂടി കാണുന്ന ഒരു പൊങ്കാലയാണ്. ആ പൊങ്കാലയ്ക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, അത് പ്രശ്നങ്ങൾ ഇപ്പോൾ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെ, അത് കോർപ്പറേഷൻ BJPയുടെ കയ്യിലാണ്. BJPയുടെ കയ്യിലിരിക്കുമ്പോൾ BJPയുടെ കയ്യിലിരിക്കുമ്പോൾ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞ കൊല്ലം നടന്നതിനെക്കാട്ടിൽ മോശമായിട്ടാണ് നടന്നത്. അത് ഒരുപക്ഷെ BJPയുടെയും കോർപ്പറേഷന്റെയും പിടിപ്പുകേട് ആണെന്ന് വരുത്തുന്നതിന് വേണ്ടിയാണല്ലോ. അതായത് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണ്. അപ്പൊ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അത്തരത്തിൽ ഒരു കാര്യം ചെയ്യാൻ ആര് രാഷ്ട്രീയ ലാഭം ഉദ്ദേശിക്കുന്നത്? പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ CPM ആണ്. CPMന്റെ കയ്യിൽ നിന്ന് ഇപ്പോൾ കോർപ്പറേഷനേ പോയുള്ളൂ. ഈ ഒരു വിഷയം വന്നാൽ CPMന്റെ കയ്യിൽ നിന്ന് മൂന്നാമതും അധികാരത്തിൽ വരാനുള്ള സാധ്യത കൂടി നഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്ക് പോകും. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കേട്ടോ. ഇന്നലെ ആറ്റുകാൽ പൊങ്കാലയുടെ വിഷയം, അല്ലെങ്കിൽ ഈ പറയുന്ന ഡോക്ടർമാർ KGMOയെ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് സർവീസിൽ പോകത്തില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ പൂർണ്ണ പിന്തുണ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലേക്കാണ് കണ്ടത്. കാരണം അത്രയ്ക്ക് അബദ്ധത്തിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ബുദ്ധിയില്ലാത്ത ഒരു മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും ഒക്കെയാണ് കേരളം ഭരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ശബരിമലയെ പറ്റിയ ഒരു അബദ്ധം അത് ഓവർകം ചെയ്യാൻ വേണ്ടി
ഈ പറയുന്ന പോലെ ശബരിമലയിൽ നമ്മൾ കണ്ടതല്ലേ, ശബരിമല അയ്യപ്പ സംഗമം, ആഗോള അയ്യപ്പ സംഗമം നടത്തി. ഞങ്ങൾ ഹിന്ദുക്കളുടെ കൂടെയാണ്. ശബരിമല ശാസ്താവിന്റെ അവിടെ ചെന്നിട്ട് നമ്മുടെ പിണറായി വിജയൻ പറഞ്ഞു ഞാൻ തന്നെയാണ് അയ്യപ്പൻ, തത്വമസി എന്നൊക്കെ. ഒരു പിണറായി വിജയൻ എന്ന് പറയുന്ന പോളിറ്റ് ബ്യൂറോ അംഗവും ഗുരുവായൂർ ചെന്നിട്ടില്ല, വെട്ടവിരിക്കുന്നിടത്താണോ ഗുരുവായൂരപ്പൻ എന്ന് ചോദിച്ച പിണറായി വിജയൻ അത്തരത്തിൽ ചോദിക്കണമെങ്കിൽ പിണറായി വിജയന്റെ മൂട്ടിലെ മണ്ണ് അല്ലെങ്കിൽ കാലിന്റെ ചവിട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നു വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി. അതിൻ്റെ കൂടെ ഇപ്പൊ ഈ അയ്യപ്പന്റെ വിഷയം നിൽക്കുമ്പോൾ ആറ്റുകാൽ പൊങ്കാല പോലെയുള്ള ഒരിടത്ത് ആ പൊങ്കാല നശിപ്പിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ നേതൃത്വത്തിൽ, CPM-ന്റെ നേതൃത്വത്തിൽ, അവരുടെ നേതൃത്വത്തിലുള്ള ഭരണം അട്ടിമറിക്കാൻ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകത്തില്ല. ഏതായാലും ഈ വാർത്ത വന്നത് തന്നെ RSSന്റെ ഡോക്ടർമാരിറങ്ങും, സേവാഭാരതി ഇറങ്ങും, RSS മൊത്തത്തിലിറങ്ങും. അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങൾ നേരത്തെ ഉള്ളതിനെക്കാട്ടിൽ ഏത് വാട്ടർ അതോറിറ്റി തടഞ്ഞാലും, ഏത് ഡോക്ടർമാർ തടഞ്ഞാലും, ഏത് ഗവൺമെന്റ് സംവിധാനം തടഞ്ഞാലും, ആര് തടഞ്ഞാലും നടക്കാത്ത രീതിയിൽ അതിനെക്കാട്ടി വലിയ വലിപ്പത്തിൽ ആറ്റുകാൽ പൊങ്കാല നടക്കും എന്നുള്ളതിന് തെളിവാണ്. ഈ പ്രാവശ്യം നമ്മൾ പറയത്തില്ല ആറ്റുകാലമ്മയുടെ അനുഗ്രഹം പൊങ്കാലയ്ക്ക് കഴിഞ്ഞ കൊല്ലങ്ങൾ ഉള്ളതിനെക്കാട്ടി വലിയ വലുപ്പത്തിൽ വരും. കാരണം ഇത് തടയാനൊന്നും പറ്റത്തില്ല. കാരണം ഇതൊരു വികാരമായിട്ട് മാറുക, മത്സര ബുദ്ധിയോടുകൂടി മാറുകയാണ്. അപ്പോഴത്തേന് ഇപ്പം തന്നെ വാട്ടർ സമരങ്ങളായി, പ്രശ്നങ്ങളായി. കാരണം ഇത് രഹസ്യമായിട്ട് പൊളിക്കാനാ തന്നെ നോക്കുന്നത്, മനസ്സിലാവുന്നുണ്ട്. ഒരു കാര്യം ചെയ്യുമ്പോൾ, നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനകത്ത് വേണ്ട ആവശ്യത്തിന് വേണ്ട കാര്യങ്ങളെല്ലാം ഒരുക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ സമയമാകുമ്പോൾ കിട്ടാതെ വരുമ്പോൾ അത് മോശമായി പോകത്തില്ലേ, അല്ലെങ്കിൽ അളുമ്പായി പോകത്തില്ലേ? അങ്ങനെ അളുമ്പാക്കാനാണ് നോക്കിയത്. അത് മുന്നേ കൂട്ടി മനസ്സിലായ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അത് നടക്കത്തില്ല. അപ്പൊ ഗവൺമെന്റ് ഞങ്ങളാണ് നടത്തിയത്, അല്ലെങ്കിൽ ഞങ്ങൾ ആണ് ഇതെല്ലാം ഒരുക്കിയതെന്ന് വരുത്തുന്നതിന് വേണ്ടി, കോർപ്പറേഷന് ആ ക്രെഡിറ്റ് കിട്ടാതിരിക്കുന്നതിന് വേണ്ടി കൂടുതൽ വലുപ്പത്തിൽ ആറ്റുകാൽ പൊങ്കാല നല്ല രീതിയിൽ നടത്താനേ ഗവൺമെന്റ് നോക്കത്തുള്ളൂ. കാരണം ഈ ആക്ഷേപം വന്നു കഴിഞ്ഞു. ഈ ആക്ഷേപത്തിന്റെ മുമ്പിൽ ഏത് മാർക്സിസ്റ്റ് പാർട്ടിക്കും അല്ലെങ്കിൽ ജനപ്രതിനിധിക്കും MLA-ക്കും ഒന്നും അവിടെ പിടിച്ചേക്കാൻ പറ്റില്ല. കാരണം അവിടുത്തെ MLA-മാരല്ലേ ഇപ്പൊ CPM-ന്റെ, അവർക്ക് പിടിച്ചേക്കാൻ പറ്റത്തില്ല. അപ്പം അതിനൊന്നും ഒരു കുഴപ്പം വരത്തില്ല. ഇപ്പൊ കുഴപ്പമുണ്ടെന്നും ഇത്തരം ഒരു ആക്ഷേപം ഉണ്ടെന്നും പൊങ്കാല വിളിക്കാൻ ശ്രമമുണ്ടെന്നും അത് കോർപ്പറേഷൻ BJP ആയതുകൊണ്ടാണെന്നും ഉള്ള രീതിയിൽ വർത്തമാനം വരുമ്പോൾ തന്നെ ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ആര് കുഴപ്പമുണ്ടാക്കാൻ നിൽക്കുന്നു അവർ തന്നെ ഇറങ്ങി അത് പരിഹരിച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് വേണം കരുതാൻ. പൊങ്കാല പൊളിക്കാൻ ഒരു പിണറായിക്കും, ഒരു CPM-നും, ഒരു ഡോക്ടർക്കും, ഒരു വാട്ടർ അതോറിറ്റിക്കും സാധിക്കില്ല. ശരിയാണ്. കഴിഞ്ഞ തവണത്തെ പോലെ അല്ല ഇത്തവണ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട്. കാരണം തിരുവനന്തപുരത്ത് നമ്മൾ നിൽക്കുമ്പോൾ, നമ്മുടെ കുടുംബമൊക്കെ തിരുവനന്തപുരത്താണ്. ഇന്നലെ ആറ്റുകാൽ പൊങ്കാല മഹോത്സവം ആരംഭിച്ച ദിവസമാണ്. അപ്പൊ ഇന്നലെ പോയപ്പോൾ തന്നെ അവിടെ നിന്ന് പലരും നമ്മളെ വിളിച്ച് പറഞ്ഞത് അവിടുത്തെ റോഡുകളിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. അതായത് റോഡുകളൊക്കെ കുണ്ടും കുഴിയായിട്ട് കിടന്നതെല്ലാം നല്ല രീതിയിലാക്കി, റോഡ് പണികളൊക്കെ കഴിഞ്ഞു. ഏറ്റവും അവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഗതാഗത കുരുക്കാണ്. ഈ പൊങ്കാല അല്ലെങ്കിൽ ഉത്സവം തുടങ്ങുന്ന സമയത്ത് അതിനൊക്കെ കുറേയൊക്കെ പരിഹാരം കണ്ട് നല്ല രീതിയിൽ പോയവർക്കൊന്നും വലിയ ബുദ്ധിമുട്ടുകളെ കുറിച്ചൊന്നും പറയാം. എല്ലാ തവണ പോകുമ്പോഴും ഈ പാർക്കിങ്ങിന്റെ കാര്യത്തിലാണെങ്കിലും റോഡിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിലും ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇന്നലെ തുടക്കം മുതൽ അത്തരം ചില അപഖ്യാതികളൊന്നും ഇതുവരെ കേൾക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ ഇത് തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയത്ത് പൊങ്കാല കൂടി പിന്നെ വലിയ രീതിയിൽ ജനങ്ങൾ സ്വീകരിക്കുന്ന തലത്തിലേക്ക് ഒരു രീതിയിലുമുള്ള കുറ്റങ്ങളില്ലാതെ കുറ്റമറ്റതാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ CPM-നോ അല്ലെങ്കിൽ സഹാക്കൾക്കോ ഒക്കെ അതൊരു വെല്ലുവിളി കൂടിയാണ്. അല്ലേ, ഇതിനകത്ത് തന്നെ പറഞ്ഞില്ലേ, ഈ കോർപ്പറേഷൻ പിടിച്ച BJP കോർപ്പറേഷൻ ഭരണം ഏറ്റവും ഉച്ചസ്ഥായിൽ ആക്കുന്നതിന് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനം കൊള്ളാം. അതിന്റെ ആദ്യത്തെ പരീക്ഷണ പൊങ്കാല. ആ പൊങ്കാല വേണ്ട വിധത്തിൽ നടത്താൻ പറ്റാതിരിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഈ നമ്മൾ പറയുന്നത് കീഴിക്കൂടെ പണിയാണ്. അങ്ങനെ പണിയാൻ വന്നതാണ്. പക്ഷെ അത് വെളിയിലായി. ഇനിയിപ്പോ പൊങ്കാല പൊളിഞ്ഞാലും പൊങ്കാല പൊങ്കാല വിജയിച്ചാൽ BJP അപ്പം ഇനിയിപ്പോ പൊളിയാൻ പാടില്ല. കാരണം പൊളിഞ്ഞാൽ CPM-ന് തിരുവനന്തപുരത്ത് ഇലക്ഷനെ നേരിടാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല. തിരുവനന്തപുരത്ത് മാത്രമല്ല, കേരളത്തിലുടനീളം ഈ പ്രചരണം വരും. മനസ്സിലായി, ആറ്റുകാൽ പൊങ്കാല മോശം കാര്യം അല്ലെങ്കിൽ കേരളത്തിൽ അതിനെ ഉണ്ടാക്കുന്ന ഇമ്പാക്ട് ഭയങ്കരമാണ്. കാരണം കേരളത്തിലെ എല്ലാ ഭാഗത്തു നിന്നും ഉള്ള ആൾക്കാർ വരും. കാരണം ഇത് നിങ്ങൾ അല്ലെങ്കിൽ വരുന്ന വാർത്തകൾക്കകത്ത് ശരിയുണ്ടോ ശരികളുണ്ടോ എന്ന് പറയും. ചിലപ്പോൾ ശരി കാണാം. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഈ ആര്യ രാജേന്ദ്രൻ എന്ന് പറഞ്ഞാൽ പറ്റിയ കുഴപ്പമൊന്നും, പൊങ്കാലയ്ക്ക് അകത്ത് വന്ന ആരോപണം ആദ്യത്തെ വന്നത്. ആ ആരോപണമാണ് 5 കൊല്ലം കഴിഞ്ഞപ്പോഴും ആര്യ രാജേന്ദ്രന്റെയും CPM-ന്റെയും ശവപ്പെട്ടിയിൽ ആണിയടിക്കുന്ന പോലെ നിന്നത്.
വേറെ എല്ലാം പോയി, വേറെ ആരോപണങ്ങൾ മൊത്തം പോയി. പൊങ്കാലയ്ക്കകത്ത് നടത്തിയ അഴിമതി ഇപ്പോഴും മാറിയിട്ടില്ല. അപ്പം അത് തന്നെ വെച്ചിട്ട് CPM അല്ലേ പ്രശാന്തിനെ വെച്ച് കളിക്കാൻ നോക്കിയത്, CPM വെച്ച് കളിക്കാൻ നോക്കിയാണ്. ആ പൊങ്കാല നടത്താൻ പോലും പ്രാപ്തമല്ലാത്ത, കഴിവില്ലാത്ത അത്തരത്തിലുള്ള ഒരു BJPയും അതിന്റെ കെയർ ഓഫിലുള്ള ഒരു ഗവൺമെന്റും ഒക്കെയാണ് ഇരിക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടി, അല്ല കോർപ്പറേഷൻ ഇരിക്കുന്നത് കാണിക്കും. പക്ഷെ അതിപ്പോ വെളിയിൽ വന്നു, തയ്യാറെടുത്തു. ആ തയ്യാറെടുപ്പുകൾ BJP തയ്യാറെടുക്കുന്നതിനാ ഇത് കാണിച്ചിട്ട് അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഞങ്ങൾക്കേ സാധിക്കത്തുള്ളൂ. ഇതുവരെ ഇത്ര 42 കൊല്ലം ചെയ്തോ, അതിനെക്കാട്ടി വൃത്തിയായിട്ട് ചെയ്തില്ലേ, എന്തിനാണ് ഇവിടെ കുഴപ്പം? അപ്പൊ ആ ചെയ്വനയ്ക്കകത്ത് അല്ലെങ്കിൽ കോർപ്പറേഷന്റെ തലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടാക്കിയാൽ അവർ കോർപ്പറേഷന്റെ തലയിൽ വെക്കാൻ നോക്കിയത് വെളിയിൽ വന്നു. ഇനിയിപ്പം പൊങ്കാല പൊളിഞ്ഞാൽ പിണറായി വിജയൻ സമാധാനം പറയേണ്ടി വരും, CPM സമാധാനം പറയേണ്ടി വരും. അത്തരത്തിലേക്കാണ് കാര്യം.